ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചല്ലോ. എൻ്റെ ആസ്തി 3 ലക്ഷത്തിൽ താഴെയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ആസ്തി വെളിപ്പെടുത്തൂ. അപ്പോൾ മനസ്സിലാവും ആരാണ് കോടീശ്വരൻ എന്ന് മനസ്സിലാവും. ഞാനങ്ങനെ വെല്ലുവിളിച്ചല്ലോ. ഇതുവരെ പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ്, നിങ്ങൾ ഏത് അന്വേഷണവും നടത്തിക്കോളൂ, CBI വന്നോളൂ, ഏത് അന്വേഷണം നടത്തിക്കോളൂ എൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട്. ഈ ഭൂമി മലയാളത്തിൽ 1 സെൻറ്റ് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്തൊരാളാണ് ഞാൻ. എൻ്റെ ഭാര്യയ്ക്ക് സ്വത്തുണ്ടെങ്കിൽ അത് പാരമ്പര്യമായി കിട്ടിയതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വന്നതിന് ശേഷം വാങ്ങിയതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷനിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് അതിലൊന്നും എനിക്ക് യാതൊരുവിധ എന്നെ അങ്ങനെ ഒരു ആരോപണമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട. ഞാൻ നിൽക്കുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയിലാണ്. പിന്നെ CPM എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടി പോലെ അല്ല. ഒരു പദവിയിലെത്തിയാൽ ആ പദവിയിലെത്തിയാൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ ഉള്ളൊരു പാർട്ടിയാണ്. ഒരു കുത്തഴിഞ്ഞ പാർട്ടിയല്ല. അപ്പം ഞാൻ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അപ്പോൾ ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ ആ പാർട്ടിയിൽ അംഗമായിരിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് സുതാര്യമായ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്താൻ, പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പാർട്ടി സാറ്റിസ്ഫൈഡുമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായും സുതാര്യമായും ആത്മാർത്ഥമായും ഭക്തി നിർഭരമായും മാത്രമേ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയിട്ടുള്ളൂ.